നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 15 ശനിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അതിർത്തി മേഖലയിൽ യുദ്ധവിമാനങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വിമർശനവുമായി ചൈന. തർക്കപ്രദേശമായ ദക്ഷിണ ചൈന കടലിൽ സമുദ്ര പെട്രോളിംഗ് നടത്തിക്കൊണ്ട് ഓസ്ട്രേലിയ മനഃപൂർവ്വം തങ്ങളെ പ്രകോപിപ്പിച്ചതാണ് എന്ന് ചൈന ആരോപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് നടപടിയെന്ന് ഓസ്ട്രേലിയ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ചൈനീസ് PLA-J-16 ജെറ്റ് വിമാനങ്ങൾ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയതോടെ നിരീക്ഷണം പ്രതിരോധ വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ സെലിയ പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തീരത്ത് പ്രവേശിച്ചു. മണിക്കൂറിൽ 290 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ആഞ്ഞുവീശി. പലയിടത്തും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിൽബാര മേഖലയിലുടനീളം 500 മില്ലിമീറ്ററിലധികം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി കാറ്റഗറി 4 കൊടുങ്കാറ്റായി സെലിയയെ നിലവിൽ തരം താഴ്ത്തിയിട്ടുണ്ട്. ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. തെക്കോട്ട് നീങ്ങുന്നതനുസരിച്ച് കൊടുങ്കാറ്റ് ദുർബലമാകുമെന്നാണ് കരുതുന്നത്. സിഡ്നി ട്രെയിൻ സർവീസിലെ ജീവനക്കാരുടെ അപ്രതീക്ഷിത സമരത്തിൽ വീണ്ടും വലഞ്ഞ യാത്രക്കാർ. ട്രെയിൻ ഡ്രൈവർമാരും ഗാർഡുകളും ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് 90% ട്രെയിൻ സർവീസുകളും റദ്ദാക്കുകയായിരുന്നു. 570-ലധികം ഡ്രൈവർമാർ ഇന്നലെ ജോലിക്ക് ഹാജരാക്കാത്തത് ട്രെയിൻ നെറ്റ്വർക്കിലുടനീളം വൻതോതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും പൊതുഗതാഗത സംവിധാനത്തെ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. വ്യാവസായിക നടപടി പിൻവലിക്കാൻ ഫെയർ വർക്ക് ഓസ്ട്രേലിയ RTBUവിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. NSW സർക്കാർ ഇന്ന് ഫെയർ വർക്ക് കമ്മീഷനുമായി ചർച്ച നടത്തും. എയർ ട്രാഫിക് കൺട്രോളറുടെ കുറവ് കാരണം സിഡ്നി എയർപോർട്ടിൽ 50-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. 100 കണക്കിന് യാത്രക്കാരാണ് സിഡ്നി വിമാനത്താവളത്തിൽ ഇതേ തുടർന്ന് കുടുങ്ങിപ്പോയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് എയർ സർവീസസ് ഓസ്ട്രേലിയ ഉച്ചതിരിഞ്ഞ് വിമാന നീക്കങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഇതുമൂലം 26 ഡിപ്പാർച്ചേഴ്സ് വിമാനങ്ങളും 32 അറൈവൽസ് വിമാനങ്ങളും ഇന്നലെ ആകെ റദ്ദാക്കി. സർവകലാശാലകളിലെ പുതിയ സെമസ്റ്റർ ആരംഭിക്കുന്നതിന് മുമ്പ് ആന്റിസെമിറ്റിസം സംബന്ധിച്ച സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരാതി നിവാരണ പ്രക്രിയകൾ നടപ്പിലാക്കണമെന്ന് പാർലമെന്ററി അന്വേഷണ സമിതി ശുപാർശ ചെയ്തു. പരാതികളുടെ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് ചെയ്യുക, സർവകലാശാല നേതാക്കളും യഹൂദ വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ ഔപചാരിക ചർച്ചകൾ നടത്തുക, ആന്റിസെമിറ്റിസം തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സമഗ്രമായ പരിശീലനം നൽകുക തുടങ്ങിയ ശുപാർശകളും ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷിതമായ ക്യാമ്പസ് അന്തരീക്ഷം യഹൂദ വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കുകയാണ് സർക്കാർ ഇത്തരം നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. 61ാമത് വെനീസ് ബിനാലയിലേക്കുള്ള ഓസ്ട്രേലിയയുടെ പ്രതിനിധി സ്ഥാനം ഒഴിവാക്കിയതിനെതിരെ ഖാലിദ് സബ്സാബി പ്രതികരിച്ചു. ഇത് അങ്ങേയറ്റം വേദനയും നിരാശയുമാണെന്നും കല ഒരിക്കലും സെൻസർ ചെയ്യപ്പെടരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻഡിപെൻഡന്റ് ഇൻഡസ്ട്രി അഡ്വൈസേഴ്സ് പാനലിന്റെ ഉപദേശപ്രകാരം അവാർഡ് നേടിയ ലബനീസ് ഓസ്ട്രേലിയൻ കലാകാരൻ ഖാലിദ് സബ്സാബി, ക്യൂറേറ്റർ മൈക്കൽ ദഗോസ്റ്റിനോ എന്നിവരെ 2026 ബിനാലയുടെ ഓസ്ട്രേലിയയുടെ പ്രതിനിധിയായി ആദ്യം പ്രഖ്യാപിക്കുകയും 5 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ചില മുൻകാല കലാസൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ തീരുമാനത്തിന് കാരണമായത്. സിഡ്നിയിലെ മിഡിൽ ഈസ്റ്റേൺ റെസ്റ്റോറന്റായ കെയ്റോ ടേക്ക് അവേയിൽ ന്യൂസ് സംഘവും ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. സ്റ്റാർ ഓഫ് ഡേവിഡ് ചിഹ്നമുള്ള തൊപ്പി ധരിച്ച ഒരാൾ ഭക്ഷണശാലയിലെത്തി ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും തൊപ്പി ധരിച്ച വ്യക്തി ഭക്ഷണശാലയിൽ നിൽക്കുകയും പിന്നീട് ജീവനക്കാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ടാസ്മാനിയയിൽ വ്യാപക നാശം വിതച്ച കാട്ടുതീ തുടരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേനാംഗങ്ങളും മറ്റ് രക്ഷാപ്രവർത്തകരും. നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അടുത്ത ആഴ്ചകളിലും തുടരാൻ സാധ്യതയുണ്ട്. ടാസ്മാനിയൻ വൈൽഡ്നസ് വേൾഡ് ഹെറിറ്റേജ് ഏരിയ ഉൾപ്പെടെ ഏകദേശം 90,000 ഹെക്ടർ വനഭൂമി ഇതുമൂലം കത്തിനശിച്ചിട്ടുണ്ട്.
വയനാട് പുനരധിവാസത്തിനായി 529.50 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത്. പലിശയില്ലാതെ വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇക്കാര്യം അറിയിച്ച ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തെ എതിർത്ത് മെയ്തേയ് വിഭാഗം. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെന്നും MLA-മാർക്ക് സഭാ നേതാവിനെ തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകണമെന്നുമാണ് മെയ്തേയ് സംഘടനകളുടെ ആവശ്യം. അതേസമയം രാഷ്ട്രപതി ഭരണത്തെ കുക്കി വിഭാഗം സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മാറ്റത്തേക്കാൾ നല്ലത് രാഷ്ട്രപതി ഭരണമാണ് എന്ന് ITLF നേതാക്കൾ പറഞ്ഞു. യമനിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ നിരവധി തെറ്റുകളുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാൽ അബ്ദുമഹിദിയുടെ കുടുംബത്തിന് $40,000 നൽകിയെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് സുഭാഷ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഒരു പണവും ആർക്കും കൈമാറിയിട്ടില്ലെന്നും ആക്ഷൻ കൌൺസിൽ വ്യക്തമാക്കി. തൃശൂർ ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്കിന്റെ കോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. കൌണ്ടറിലെത്തിയ അക്രമി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലി തകർത്ത ശേഷം പണം കവരുകയായിരുന്നു. ബൈക്കിലെത്തിയ അക്രമിയാണ് കവർച്ച നടത്തിയത്. 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് മണിക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടിഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായി എന്ന വനവകുപ്പിന്റെ റിപ്പോർട്ട്. വെടിക്കെട്ടാണ് അപകടമുണ്ടാക്കിയതെന്നും തുടർച്ചയായ വെടിക്കെട്ടിന്റെ ആഘാതത്തിലാണ് ആന ഇടിഞ്ഞതെന്ന് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. അപകട സമയത്തും ആനയ്ക്ക് ചങ്ങല ഇട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.